ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ഡി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിക്ക് ഹാപ്പി ലൈഫ് വാസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. സർവം പായ നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ ചിത്രം. അപ്പോൾ ചിത്രത്തിന് നല്ല റിപ്പോർട്ടുകളായിരുന്നു തിയേറ്ററുകളിൽ നിന്നൊക്കെ ലഭിച്ചത്. നല്ലൊരു ഫീൽ ഗുഡ് ചിത്രം എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ചിത്രത്തിന് ആദ്യം തൊട്ട് തന്നെ ലഭിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം കണ്ടു. അപ്പോൾ എനിക്ക് ഈ ചിത്രം ഇപ്പോൾ വളരെ മനോഹരമായ ഒരു ഫീൽ ഗുഡ് മൂവി, അല്ലെങ്കിൽ ഇതിൻ്റെ ഡയറക്ടർ അഖിൽ സത്യൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ സത്യനന്ദിക്കാട് ചെയ്തു വെച്ച പഴയ മൂവീസൊക്കെ നമുക്ക് അറിയാം, വളരെ ഫീൽ ഗുഡായിരിക്കും. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ തന്നെയുള്ള ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ ഫീൽ ഗുഡ് ഹൊറർ മൂവി, അതായത് ഒരു പ്രേതപ്പടം എങ്ങനെ ഫീൽ ഗുഡായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഹൊറർ കോമഡി ബേസ് എങ്ങനെ ഫീൽ ഗുഡായിട്ട് എടുക്കാം എന്നുള്ളൊരു എക്സാമ്പിളാണ് ഈ ഒരു ചിത്രം എന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നിവിൻ പോളി, അജു വർഗീസ് കൂട്ടുകെട്ട് കഴിഞ്ഞ കാലയളവുകളിൽ, അല്ലെങ്കിൽ 2010 മുതൽ 2019 വരെയുള്ള കാലയളവുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചൊരു കോംബോയാണ് അജു വർഗീസ്, നിവിൻ പോളി, അജു വർഗീസ് കൂട്ടുകെട്ട് എന്നത്. ഓം ശാന്തി ഓഷൻ ആയിക്കോട്ടെ, തട്ടത്തിമ്പറയത്ത് ആയിക്കോട്ടെ, വടക്കൻ സെൽഫി ആയിക്കോട്ടെ, ലവ് വാഷൻ ഡ്രാമ ആയിക്കോട്ടെ, അങ്ങനെ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ ഇവരുടെ ഒരു കോമ്പിനേഷനിൽ വന്നിരുന്നു. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെയും എടുത്തു പറയേണ്ടതെന്ന് പറയാം. വളരെ മനോഹരമായ ആ ഒരു കോമ്പിനേഷൻ പല സ്ഥലങ്ങളിലും കൂടുകൂടെ ചിരിപ്പിച്ചു. പ്രത്യേകിച്ച് അജു വർഗീസ്, പിന്നെ നിവിൻ പോളി, അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് കണ്ടൊരു ചിത്രം ഈ ഒരു ചിത്രം. 2019 ശേഷം ലവ് വാഷൻ ഡ്രാമയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന വിജയ ചിത്രം എന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഡൗൺഫോൾ ആയിരുന്നു കണ്ടത്. അപ്പോൾ 6 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന് അത്ര വലിയ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സൈലൻ്റായിട്ട് വന്ന് ക്രിസ്മസ് തൂക്കിയെന്ന് പറയാം. ആ രീതിയിലാണ് ഇതിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ പോകുന്നത്. കാരണം വളരെ നല്ലൊരു സിനിമയാണ്. ആദ്യം തൊട്ട് അവസാനം വരെ ഫസ്റ്റ് ഹാഫോ സെക്കൻഡ് ഹാഫോ ഒന്നും വേർതിരിക്കേണ്ട കാര്യമില്ലാതെ തന്നെ ആദ്യം തൊട്ട് അവസാനം വരെ ഒരു പോസിറ്റീവ്, ക്ലീൻ പോസിറ്റീവ് ചിത്രം. നല്ലൊരു ഫീൽ ഗുഡ് മൂവി, വളരെയധികം എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് നല്ല ആദ്യം തൊട്ട് അവസാനം വരെ ലാഗും കാര്യങ്ങളൊന്നും ഇല്ലാതെ തിയേറ്ററിലിരുന്ന് ആസ്വദിച്ച് കാണാൻ പറ്റിയ ഒരു ചിത്രം. വലിയ സംഘടനകളോ അല്ലെങ്കിൽ ഓളമോ ഡാൻസോ പാട്ടോ അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ ആദ്യം തൊട്ട് അവസാനം വരെ നല്ലൊരു ഫീൽ ഗുഡ്. നമ്മുടെ കേരളത്തിൻ്റെ ഗ്രാമീണ പശ്ചാത്തലവും കാര്യം പാലക്കാട് ഇതിലാണ് കാത്തു നടക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ കണ്ടിങ്ങനെ ആദ്യം തൊട്ട് അവസാനം വരെ ഇങ്ങനെ രസിച്ചിരിക്കാം പറ്റിയൊരു ചിത്രം. പിന്നെ അടുത്ത് പറയുന്നത് ഇതിലെ പാട്ടുകളും വളരെ ഫീൽ ഗുഡായിട്ട് തോന്നി. ജസ്റ്റിനാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. പാട്ടുകളും പഴയകാല സത്യനന്ദിക്കാട് ചിത്രങ്ങൾ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പാട്ടുകളും വളരെ ശ്രദ്ധേയമായി തോന്നിയെന്ന് പറയാം. ദീപിൻ്റെ തിരിച്ചുവരവ്, നിവിൻ പോളി, അജു വർഗീസ് കൂട്ടുകെട്ട് എന്നതിലുപരി ഈ ചിത്രത്തിനെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയത് ആ ഒരു ഡെലുലു എന്നൊരു ആ ഒരു ക്യാരക്ടറാണ്. റിയ ഷിബു ചെയ്ത ആ ഒരു ക്യാരക്ടർ വളരെ അടിപൊളിയായിരുന്നു. നിവിൻ അജു വർഗീസ് കൂട്ടുകെട്ട് ഒരു ഭാഗത്തുണ്ടെങ്കിലും മറുവശത്ത് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് നിവിന് റിയ ഷിബു കൂട്ടുകെട്ടാണ്. ആ ഒരു ക്യാരക്ടർ വളരെ പോസിറ്റീവ് വൈബാണ് ചിത്രത്തിലുടനീളം അത് ബാക്കി ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് തന്നെ. പിന്നെ മറ്റ് കഥാപാത്രങ്ങളെല്ലാവരും അവരവരുടേതായ ജോലി വളരെ മനോഹരമായിട്ട് ചെയ്തു എന്ന് പറയാം. നല്ലൊരു ഫീൽ ഗുഡ് മൂവി, ആദ്യം തൊട്ട് അവസാനം വരെ ബോറടിക്കാതെ ഉള്ള ആ ഒരു സംഭവം. ഇപ്പം നിവിൻ്റെ ആ ഒരു ഫാമിലി ഓഡിയൻസ് സപ്പോർട്ടൊക്കെയാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ഈ ചിത്രത്തിന് ഇത്രയേറെ കളക്ഷൻ കയറുവാനുള്ള കാരണം അദ്ദേഹം ചെയ്തു വെച്ച ആ പഴയകാല ചിത്രങ്ങളുടെ ആ ഒരു ബേസ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൻ്റെ ഒരു പോസിറ്റീവ് വന്നാൽ നല്ല രീതിയിൽ കളക്ഷൻ കയറുമെന്നും എന്നതിൻ്റെ ഉദാഹരണമാണ് സർവമായ ഒരു അൺഎക്സ്പെക്റ്റഡ് കമ്പാക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്പാക്ക്. 2025 സംബന്ധിച്ചിടത്തോളം കമ്പാക്കിയിട്ടുള്ള വർഷമാണല്ലോ. അവസാനം ദിവിനും തിരിച്ചു വന്നിരിക്കുകയാണ് സർവമായയിലൂടെ. ചില ഹ്യൂമറുകൾ അദ്ദേഹത്തിനെ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. മലയാളത്തിൽ യൂത്തന്മാർക്കിടയിൽ അദ്ദേഹത്തിനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലാലേട്ടൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ ഹ്യൂമർ ചെയ്യുന്ന ഇദ്ദേഹമാണ്, നിവിൻ പോളിയാണെന്ന് തോന്നിയിട്ടുണ്ട്. അത് ഈ ചിത്രത്തിലൂടെ ഉടനീളം അദ്ദേഹം അത് തെളിയിക്കുന്നുണ്ട്. ചില സീനുകളിൽ ഉള്ള ആ ഒരു തിയേറ്ററിലെ ആ ഒരു ചിരി അയ്യോ വേറെ ലെവലായിരുന്നു. പിന്നെ വടക്കൻ സെൽഫി റെഫറൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. റിയ ഷിബുവിൻ്റെ ക്യാരക്ടറാണ് തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ട് വെളി വന്നപ്പോൾ മനസ്സിൽ നിന്നത് റിയ ഷിബുവിൻ്റെ ആ ഒരു ഡെലുലു എന്ന ക്യാരക്ടറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.